ഗുരുനാഥൻ തുണാചൈകസന്തതം തിരുനാമങ്ങൾ നാവിന്മലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ജന്മാദ്യസ്യ യതോന്മയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൻ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യത്തെ പ്രകൃതിഭിः ശുശ്രൂഷുഭിः തൽക്ഷണാൽ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസം ആലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൻ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. സച്ചിദാനന്ദ സ്വരൂപനായ സർവേശ്വരനും അതേപോലെ ഈ ദിവ്യ സദസ്സിൽ സന്നിഹിതന്മാരായിരിക്കുന്ന ആത്മസ്വരൂപികളായ ഭഗവത് സ്വരൂപികളായ എല്ലാ സജ്ജന ശ്രേഷ്ഠന്മാർക്കും പ്രണാമം. ശ്രീമദ് ഭാഗവത വിചാര സത്രം ഈ ദിവ്യസന്നിധിയിൽ തപോനിഷ്ഠന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആത്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവ്യവേദിയിൽ ശ്രീമദ് ഭാഗവത സത്രം വിചാരസത്രം ഭാഗവതമെന്ന പാലാഴിയെ ഒന്ന് കടഞ്ഞ് അമൃത് എടുത്ത് ലോകത്തിന് മുഴുവൻ വാരി വിതറുന്ന ഈ ദിവ്യ രംഗത്തിൽ അവരുടെയൊക്കെ അനുഗ്രഹത്തിന് പാത്രീഭൂതനാവാനുള്ള ഒരു അനുഗ്രഹം ഈ ഉള്ളവനും ലഭിച്ചു. അതിന് നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാണ്. സൂതൻ ഭാഗവതം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹേ ശൗനകാദി മഹർഷീശ്വരന്മാരെ നിങ്ങൾക്ക് ഭാഗവതം പറഞ്ഞു തരാം
പക്ഷെ ഭാഗവതത്തിൻ്റെ തത്വം മുഴുവൻ എനിക്ക് മനസ്സിലായി എന്ന് എനിക്ക് തന്നെ നല്ല നിശ്ചയമില്ല. എങ്കിലും യഥാതീതം യഥാമതി, എങ്ങനെയൊക്കെയാണോ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് ഞാനിതാ ഭാഗവതം പറഞ്ഞു തരാം എന്നാണ് പറഞ്ഞത്. അതിബുദ്ധിമാനായ സകല ശാസ്ത്ര പണ്ഡിതനായ ചതുർവേദ പാരംഗതനായ സൂതൻ പോലും ഏതൊരു ശ്രീമദ് ഭാഗവതത്തിൻ്റെ മുൻപിൽ എത്തുമ്പോഴാണോ ഇതാ വിനയാന്വിതനായി അപ്രകാരം പറയുന്നത്, ആ ഭാഗവതത്തിൻ്റെ മുമ്പിലാണ് ഞാനും ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടി യഥാതീതം യഥാമതി, എപ്രകാരമൊക്കെയാണോ എനിക്ക് മനസ്സിലായത്, എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് അറിയാൻ സാധിച്ചത്, അതിതാ നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതിതാ ഇവിടെയും അനുഷ്ഠിക്കുന്നു എന്ന് മാത്രം കരുതിക്കൊണ്ട് ആരംഭിക്കുകയാണ്. വ്യാസഭഗവാൻ ഭാഗവതം എഴുതുന്ന സന്ദർഭത്തിൽ അതിൽ 2-ാമത്തെ അധ്യായത്തിൽ സൂതൻ ശ്രീശുക ബ്രഹ്മർഷിയെ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീരുഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ആ വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷിയെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു പുത്രനായ ശ്രീശുക ബ്രഹ്മർഷിയാണോ ലോകത്തിലെ സംസാരികളായിട്ട് ജനന മരണ ദുഃഖങ്ങളിൽ ഉഴലുന്നത്? അവർക്ക് ഈ അജ്ഞാനത്തിൻ്റെ അറിവില്ലായ്മയുടേതായ ഈ സംസാരത്തിൻ്റെ ആ അന്ധകാരത്തെ നീക്കാൻ വേണ്ടിയിട്ട് ഏതൊരു മഹാത്മാവാണോ ഒരു അധ്യാത്മദീപം കൊളുത്തിവെച്ചത്? ആ വ്യാസപുത്രനെ ഞാനിതാ വീണ് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് ആരംഭിച്ചത്. എങ്ങനെയുള്ളതാണ് അധ്യാത്മദീപം? സാധാരണ തൻ്റെ പിതാവായിട്ടുള്ള വ്യാസഭഗവാൻ ഒരു മഹാഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ, ഭഗവത്ഗീതയാകുന്ന ഒരു ജ്ഞാനദീപം കൊളുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ പുത്രനായ താനും ഇതാ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ പെട്ടുഴലുന്ന ആളുകൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാത്മദീപം ഞാനിതാ ഇവിടെ കൊളുത്തി വെക്കുന്നു. അത് യസ്വാനുഭാവം, താൻ അനുഭവിച്ചിട്ടുള്ള സ്വന്തം അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞതിനെ വീണ്ടും എടുത്ത് പറയുകയല്ല. യസ്വാനുഭാവം, താൻ അനുഭവിച്ച ആ ആത്മതത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ ആത്മതത്വം തന്നെ തൻ്റെ അനുഭവമാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ശരിയാകണമെന്നില്ല. അത് വേദവിരുദ്ധമാണ് എങ്കിൽ. എന്നാൽ ഇദ്ദേഹമോ യസ്വാനുഭാവം അഖില ശ്രുതിസാരം, അഖില ശ്രുതികളുടെയും സാരമായിട്ടുള്ള ഏകമായിട്ടുള്ള ആ തത്വത്തെ, ആധ്യാത്മിക തത്വത്തെയാണ് ഇതാ ഭാഗവതം കൊണ്ട് പ്രകാശിപ്പിച്ചത്. അതിൽ ആദ്യം തന്നെ ധർമ്മത്തെക്കുറിച്ച് 6 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതിൽ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരധോക്ഷജേ, അധോക്ഷജനായ ആ ഇന്ദ്രിയങ്ങളാൽ അഗ്രാഹ്യനായിട്ടുള്ള ആ അധോക്ഷജനായ ഭഗവാങ്കൽ ഏതൊന്നനുഷ്ഠിച്ചാലാണോ അഹൈതുകിയും അപ്രതിഹതയുമായ ഭക്തി ഉണ്ടാവുക, അതിനെയാണ് ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരംഭിച്ച് അവസാനം സകല ശാസ്ത്രങ്ങളുടെയും സാരമെന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി 11 സ്കന്ധത്തിലൂടെ ആ സകല ഉപനിഷത് സാരമായ വേദാന്ത സാരമായിട്ടുള്ള ഉപദേശങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തനായ ഉദ്ധവന് കൊടുക്കുന്ന രംഗത്തിൽ വർണ്ണാശ്രമധർമ്മങ്ങളെയെല്ലാം വർണ്ണിച്ച് ആ
ഭക്തിയെ സമ്പാദിക്കുകയാണ് ഉദ്ധവ വേണ്ടത് എന്ന് ഭഗവാൻ ഉദ്ധവനോട് അസന്ദിഗ്ധമായിട്ട് പറഞ്ഞു. ഈ സന്ദർഭത്തിലാണ് ഉദ്ധവൻ ഭഗവാനോട് ചോദിച്ചത്. ഭഗവാനെ അവിടുന്ന് പറയണു, ഈശ്വര ഭക്തി, ആത്മതത്വത്തെ അറിയണം. ഭക്തി എന്ന് പറയുമ്പോൾ ഭാഗവതം ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ ആ സ്വസ്വരൂപാനുസന്ധാനം ഭക്തി, തന്നെ സ്വരൂപമായ ആ ഭഗവത് രൂപത്തെ, ആത്മസ്വരൂപത്തെ നിരന്തരം അനുസന്ധാനം ചെയ്ത് ആത്മപ്രകാശത്തിനെ തൻ്റെ ഉള്ളിൽ വേണ്ട വിധം തെളിഞ്ഞ് കാണലാണ് ഭക്തി. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രകടനങ്ങളെയുമല്ല ഭക്തി എന്ന് പറയുന്നത്. ആ സ്വസ്വരൂപാനുസന്ധാനം ഭക്തി എന്നുള്ള നിലയ്ക്ക് അവരവരുടെ ആത്മസ്വരൂപമായ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി നിരന്തരം ഭഗവത് ചിന്തയിൽ മുഴുകിക്കഴിയുന്ന ആ ഒരു ഭക്തൻ, ഈശ്വര ഭക്തനായി ആത്മാനുസന്ധാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാള്, അയാളെ ദുർജനങ്ങളുടെ പരിഹാസത്തിൽ നിന്നും എങ്ങനെ രക്ഷ നേടാൻ സാധിക്കും? ഈശ്വര ഭക്തിയിലേക്ക് ഒരു ദിവസം ഈ ലൗകികമായ ജോലിയും കുടുംബവും ഉദ്യോഗവും പണവും എല്ലാം ഉപേക്ഷിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇതൊക്കെ തുച്ഛമാണ് എന്ന് പറഞ്ഞ് വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരാളെ മറ്റുള്ളവർ കളിയാക്കുകയാണ് സാധാരണ പതിവ്. അറിവില്ലാത്തവൻ ഇതാ വേഷം കെട്ടി സന്യാസിയാണെന്ന് പറഞ്ഞ് ഇറങ്ങണു, ഈശ്വരനെ ഭജിക്കാനാണെന്ന് പറഞ്ഞ് പുറപ്പെടുന്നു. എന്ത് കാര്യം എന്ന് ചോദിച്ച് ജനങ്ങൾ പരിഹസിക്കും, പലതരത്തിൽ പരിഹസിക്കും. ഈ ദുർജനങ്ങളുടെ പരിഹാസത്തിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗം, രക്ഷ നേടാനുള്ള മാർഗം, അതിനെക്കുറിച്ച് ഉദ്ധവൻ ഭഗവാനോട് ചോദിച്ചപ്പോഴാണ് ഭഗവാൻ ആദ്യമായി ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവൻ പറഞ്ഞത് ശരിയാണ്. ഭഗവാനെ സേവിക്കാൻ വേണ്ടി ആധ്യാത്മിക മാർഗത്തിലേക്കൊരു ജീവൻ തിരിയുന്ന സന്ദർഭത്തിൽ പ്രതിബന്ധമായിട്ട് ഇതാ ഭാര്യയും മക്കളും കുടുംബവും അതേപോലെ ബന്ധുക്കളുമെല്ലാം ആ ഈശ്വര മാർഗത്തിലേക്ക്, ആധ്യാത്മിക ചര്യയിലേക്ക് ഇതാ വരുന്ന ആ ജീവാത്മാവിനെ തടയാനുണ്ടാവും, പല വിധത്തില് പരിഹസിക്കാനുണ്ടാവും. പക്ഷേ ആ ദുർജനങ്ങളുടെ പരിഹാസത്തിൽ നിന്നെല്ലാം രക്ഷ കിട്ടണമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം ഉദ്ധവ. ഭാഗവതം ആദ്യന്തം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മനോനിഗ്രഹം പരിശീലിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ആ കപില മഹർഷിയുടെ ഉപദേശമായാലും അവിടെ അദ്ദേഹം പറയും, ചേതഖൽവസ്യ ബന്ധായ, മനസ്സാണ് സകലവിധ ബന്ധത്തിനും കാരണം. അതേപോലെ മുക്തിക്കും കാരണമായിട്ട് മനസ്സിനെ തന്നെ നമുക്ക് ആ മനസ്സ് ഭഗവാങ്കലേക്കാണ് അർപ്പിക്കുന്നത് എങ്കിൽ അവരുടെ മുൻപിലാണ് മുക്തിദ്വാരം അപാവൃതം, മുക്തിദ്വാരം തുറന്നു കിട്ടുക. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കൂ. ദേവഹൂതി ദേവി കപില മഹർഷിയോട് ചോദിച്ചത് ഈ ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം. നിർവിണ്ണാ നിതരാം ഭൂമൻ അസത് ഇന്ദ്രിയ ദർശനാൽ, അസത്തുക്കളായ ഇതാ ഈ ലൗകികങ്ങളായ വിഷയങ്ങളിലേക്ക് സദാസമയവും എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം എനിക്ക് ഉപദേശിക്കണേ എന്ന് ദേവഹൂതി ദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മേ, ഈ ഇന്ദ്രിയങ്ങളല്ല അത്ര അപകടകാരികള്. ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഇവരുടെ ഒരു മാനേജറുണ്ട്, മനസ്സ് എന്ന് പറഞ്ഞിട്ട്, ഏകാദശേന്ദ്രിയം എന്ന് പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹമാണ് സകല ദുഃഖങ്ങൾക്കും ബന്ധങ്ങൾക്കും കാരണമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മനസ്സിനെയാണ് അമ്മയെ നിയന്ത്രിച്ച് ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് എന്ന് ഭഗവാൻ കാപിലത്തില് തൃതീയ സ്കന്ധത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ മനോനിഗ്രഹത്തിനെ കുറിച്ച് ഭഗവാൻ നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഭഗവത്ഗീതയിലും കാണാം, ഭഗവാൻ പറയും, ദുർജയാനാമഹം മന, ജയിക്കാൻ സാധിക്കാത്ത ആ വിഷമമേറിയ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ജയിക്കാൻ വിഷമം അർജുന മനസ്സിനെയാണ്. അതുകൊണ്ട് ഞാൻ ആ മനസ്സാണ് എന്ന്, ദുർജയങ്ങളിൽ വെച്ചിട്ടുള്ളത് ഞാൻ മനസ്സാണ് എന്ന് ഭഗവാൻ വിഭൂതി അധ്യായത്തിൽ പറയും. അതുകൊണ്ട് ആ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പഠിക്കൂ എന്ന് നിരന്തരം ഉപദേശിക്കുന്നുണ്ട്. ഇവിടെയും ഭഗവാൻ പറയാണ്, ആ മനസ്സിനെയാണ് നിയന്ത്രിക്കേണ്ടത്. മനസ്സ് ഒരു കണ്ണാടി പോലെയാണ്. അതില് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളായിട്ടുള്ള ചളികള് വന്നു നിറയുന്നത് കാരണം
അവരവരുടെ ഉള്ളിൽ ആത്മചൈതന്യമായിട്ട് പ്രത്യേകാത്മാവായിട്ട് നിൽക്കുന്ന ഭഗവാനെ നമുക്ക് വേണ്ട വിധം അനുഭവിക്കാൻ, ഭഗവത് സാന്നിധ്യത്തെ, ഭഗവത് പ്രകാശത്തെ, ആത്മപ്രകാശത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കണം എന്നാണ് ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ എന്ത് വിദ്യ അഭ്യസിച്ചിട്ടും കാര്യമില്ല, എന്ത് തപസ്സനുഷ്ഠിച്ചിട്ടും കാര്യമില്ല, എന്തൊക്കെ ജ്ഞാനം പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സ് ശുദ്ധമല്ല എങ്കിൽ എത്രയോ തപസ്വികളായിട്ടുള്ള ആളുകളാണ് രാവണനും അതേപോലെ കുംഭകർണനും ഹിരണ്യകശിപുവും ഒക്കെ ആയിട്ടുള്ള വളരെ വളരെ തപസ്വികളാണ്. ജ്ഞാനമുണ്ട്, വേദാന്ത ജ്ഞാനമൊക്കെ ധാരാളം. ഹിരണ്യകശിപു തൻ്റെ ആ അമ്മയായ ദിതീദേവിയോടും തൻ്റെ അനുജന്റെ പത്നിയായ ഋഷാഭാനുവിനുമൊക്കെ ആത്മതത്വത്തെ ഉപദേശിക്കുന്ന രംഗം ഭാഗവതത്തിലുണ്ട്. ആത്മാവിൻ്റെ അമരത്വത്തെ കുറിച്ചൊക്കെ ഉപദേശിക്കുന്ന രംഗങ്ങൾ. പക്ഷേ ആ വിദ്യയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സ്വാനുഭവമായിട്ട് മാറണമെങ്കിൽ മനസ്സിൻ്റെ ശുദ്ധി വളരെ വളരെ അത്യാവശ്യമാണ്. ആ മനസ്സിനെ ഇതാ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളെ ജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയെല്ലാം തുച്ഛമാണ് എന്നാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇല്ലായികയല്ല ഭാഗവതം നമ്മളോട് പ്രഖ്യാപിക്കുന്നത്. ഹൃദിസ്ഥ, ഭഗവാൻ ഹൃദിസ്ഥനാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദിസ്ഥോപ്യതിദൂരസ്ഥ, ഭഗവാൻ മറ്റെവിടെയോ ദൂരെയാണ് എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഭാഗവതം പറയുന്നു അങ്ങനെയല്ല, നിങ്ങളിലുണ്ട് ഈശ്വരൻ, പക്ഷേ ആ ഈശ്വരാനുഭവം നിങ്ങൾക്കില്ലാതെ പോകുന്നു. ആ ഈശ്വരാനുഭവത്തെ നേടിയെടുക്കാനുള്ള മാർഗമാണ് ഭാഗവതം നമ്മളെ ഉപദേശിക്കുന്നത്. ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രകാശതേ, ശുദ്ധമായ മനസ്സിലാണ് ഭഗവാൻ ഗോവിന്ദമൂർത്തി വേണ്ട വിധം പ്രകാശിക്കുക. ആ ആത്മസ്വരൂപം, ആത്മചൈതന്യത്തിൻ്റെ പ്രകാശം, ആത്മപ്രകാശം അനുഭവപ്പെടണമെങ്കിൽ മനസ്സ് ശുദ്ധമാവാതെ മറ്റൊന്നുകൊണ്ടും നിവൃത്തിയില്ല. ആ മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയിട്ട് ആ മനസ്സിനെ ജയിക്കാനുള്ള മാർഗം, അതിലെ കാമത്തെയും ക്രോധത്തെയും ലോഭത്തെയും മോഹത്തെയും മതത്തെയും മത്സര്യത്തെയും ജയിക്കാനുള്ള മാർഗമാണ് ഭാഗവതത്തിൽ ഓരോ കഥകളിലൂടെയും ശ്രീശുക ബ്രഹ്മർഷി അല്ലെങ്കിൽ വേദവ്യാസൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റുള്ള വ്രതാനുഷ്ഠാനങ്ങളായാലും അല്ലെങ്കിൽ വർണ്ണാശ്രമധർമ്മങ്ങളായാലും എല്ലാം ആ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ്. ഉദ്ധവൻ ചോദിച്ചു ഭഗവാനോട്, ഭഗവാനെ, ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ, ദുർജനങ്ങളുടെ പരിഹാസത്തിൻ്റെ ആ കൊള്ളിളക്കത്തിൽപ്പെട്ട എൻ്റെ മനസ്സ് ചഞ്ചലമാകുന്ന സന്ദർഭത്തിൽ ആ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനുള്ള മാർഗമെന്ത് എന്ന് എനിക്ക് ഉപദേശിക്കണേ എന്നാണ് ഉദ്ധവൻ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാനോട് 22-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ചോദിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവന്റെ ചോദ്യം വളരെ നന്നായി. ഗുരുക്കന്മാരങ്ങനെയാണ്, ശിഷ്യന്മാർ ചോദിക്കുന്ന സന്ദർഭത്തിൽ, ഇപ്പോഴത്തെ ഗുരുക്കന്മാരല്ല കേട്ടോ, ഇപ്പോഴത്തെ ഗുരുക്കന്മാർ എന്ത് പറയും, നീ അനാവശ്യമായിട്ടുള്ള ചോദ്യമൊന്നും ചോദിക്കണ്ട എന്നാ പറയുക. പണ്ടുള്ളവരങ്ങനെയല്ല, ചോദിക്കുമ്പോൾ ശിഷ്യൻ തൻ്റെ യഥാർത്ഥമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ പറയും, നിന്റെ ചോദ്യം വളരെ നന്നായി. ഇത് കേൾക്കുമ്പോൾ തന്നെ തൻ്റെ ആ ചിന്ത വേണ്ട ദിശയിലാണ് എന്നുള്ള ബോധം ശിഷ്യന്റെ മനസ്സിലുണരും. എന്നിട്ട് ആ ചോദ്യത്തെ, തൻ്റെ ശിഷ്യന്റെ മനസ്സിലെ സംശയത്തെ വേണ്ട വിധമിത ഇല്ലാതാക്കുകയാണ് ഗുരുവിൻ്റെ കടമ. ഭഗവാനും പറഞ്ഞു ഉദ്ധവനോട്, ഉദ്ധവ, അങ്ങയുടെ ചോദ്യം വളരെ വളരെ നന്നായി എന്ന് മാത്രമല്ല, ഈ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്, അങ്ങയുടെ ചോദ്യം വളരെ ശരിയാണ്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്, ദുർജനങ്ങളുടെ പരിഹാസത്തിൻ്റെ കൊള്ളിളക്കത്തിൽപ്പെട്ട് ആടി ഉലയുന്ന മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ വളരെ വിഷമമാണ് ഉദ്ധവ. ഗീതയിലും കാണാം, അർജുനൻ ചോദിക്കും, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. എൻ്റെ ഇളകിക്കൊണ്ടിരിക്കുന്ന ചഞ്ചലമായ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞപ്പോഴാണ് അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടുമാണ് അത് സാധിക്കേണ്ടത് എന്ന് അർജുനനോട് ഭഗവാൻ ഉപദേശിക്കും. ഇതേപോലെ തന്നെ ഇവിടെയും
തൻ്റെ ആ അന്തരംഗ ശിഷ്യനായ ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. അങ്ങ് പറഞ്ഞത് ശരിയാണ്, മനസ്സിനെ നിയന്ത്രിക്കണം, അത് തന്നെയാണ് വേണ്ടത്. അതിന് യഥാർത്ഥത്തിൽ വേണ്ടത് എങ്ങനെയാണ് പൂർവികന്മാരായിട്ടുള്ള ആളുകളെ മനസ്സിനെ നിയന്ത്രിച്ചത് എന്ന് ഒന്ന് ആദ്യം മനസ്സിലാക്കൂ. എങ്ങനെ? എന്നിട്ട് ആ സജ്ജനങ്ങൾ പോയ വഴിയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഭിക്ഷുഗീതയെ ഉദ്ധവന് ഉപദേശിച്ചത്. ആ രംഗമാണ് നമുക്കിന്നിതാ അനുസ്മരിക്കേണ്ടതായിട്ടുള്ളത്. ഭഗവാൻ പറഞ്ഞു, അവന്തിയിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ഭാഗവതത്തിൻ്റെ രീതി എങ്ങനെയാണ്? കഥയാകുന്ന നൂലിലൂടെ തത്വത്തിൻ്റെ മുത്തുമണികളെ കോർത്ത് ജനങ്ങൾക്ക് സ്വീകരിക്കാൻ തക്കവണ്ണം തയ്യാറാക്കുക. അതാണ് ഭാഗവതത്തിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരു കഥയിലൂടെ അത് അവതരിപ്പിക്കുകയാണ്. അവന്തിയിലെ ബ്രാഹ്മണൻ, അദ്ദേഹം വളരെ വളരെ സമ്പത്തുള്ളവനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ലോഭം എന്നുള്ള ആ ഒരു ദോഷം അതാണ് അധികം ഉണ്ടായിരുന്നത്. ഭാഗവതത്തിലെ കഥകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാം. അവിടെ ഈ ശ്രീമദ് ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ദുഷ്ടകഥാപാത്രങ്ങളായാലും അവരിലൊക്കെ ആ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു മാലിന്യം അധികമായിട്ട് നിറഞ്ഞിരിക്കുന്നത് കാണാം. ഇപ്പോൾ രാവണനെ സംബന്ധിച്ചിടത്തോളം കാമമാണ് എങ്കിൽ ഹിരണ്യകശിപുവിന് ക്രോധഭാവമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആ മനോമാലിന്യം അല്ലെങ്കിൽ ഷഡ്വൈരികൾ എന്ന് പറയുന്ന കാമക്രോധ ലോഭമോഹ മത മത്സര്യാദികളിൽ ഏതെങ്കിലുമൊക്കെ ആ പ്രാധാന്യമായിട്ടുള്ളവരെയൊക്കെയാണ് ദുഷ്ടകഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുക. ആ മനോമാലിന്യത്തെ നീക്കാൻ വേണ്ടിയിട്ട് ഈശ്വര അവതാരത്തിലൂടെ ഭഗവാൻ അവരുടെ അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ പരിശ്രമത്തിലൂടെ എങ്ങനെ ആ മനോമാലിന്യത്തെ അകറ്റി എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയും ഈ ബ്രാഹ്മണന് ലോഭം എന്നുള്ള മനോമാലിന്യമായിരുന്നു അധികം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്ര കിട്ടിയാലും പണം പോരാ 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 എന്നുള്ള ചിന്ത. എന്തിനു പറയുന്നു? അദ്ദേഹം പല വിധത്തിലെ വാർത്താവൃത്തി കച്ചവടാദികൾ ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ പണം പലിശയ്ക്ക് കൊടുത്തും കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തും പല വിധത്തിൽ എങ്ങനെയൊക്കെ പണം സമ്പാദിക്കാമോ ആ വിധത്തിലെല്ലാം അദ്ദേഹം സമ്പാദിച്ചു. എന്നാൽ പണം സമ്പാദിക്കുന്ന സന്ദർഭത്തിൽ ആ സമ്പാദിച്ച പണം വേണ്ട വിധം സദുപയോഗം ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. അർത്ഥസമ്പാദനത്തിൻ്റെ ലക്ഷ്യം അത് ലോകോപകാരപ്രദമായിട്ട് തീരണം എന്നുള്ളതാണ്. അത് ചെയ്യാതെ മറ്റുള്ളവരെ യാതൊരു വിധത്തിലും സഹായിക്കാതെ പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ദേവതർപ്പണം ചെയ്യാതെ ഋഷി തർപ്പണം ചെയ്യാതെ അതേപോലെ ഭൂതതർപ്പണം ചെയ്യാതെ അവനവനെ തന്നെ തർപ്പിക്കാതെ ഇങ്ങനെ മനുഷ്യതർപ്പണം ചെയ്യാതെ യജ്ഞങ്ങളൊന്നും ചെയ്യാതെ ആ ധനം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് എത്രത്തോളം അദ്ദേഹം ആ ലോഭം അദ്ദേഹത്തിന് എത്രത്തോളം ഉണ്ടോ എന്നുള്ളതിന് ശ്രീശുക ബ്രഹ്മർഷി അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു. വാങ്മാത്രേണാപി നാർച്ചിതഃ. തൻ്റെ ബന്ധുക്കളെപ്പോലും വാക്കുകൊണ്ടുപോലും അദ്ദേഹം ആരാധിച്ചില്ല എന്നാണ്. ഒരു ഗൃഹത്തിൽ ഒരു അതിഥി വന്നാൽ ഒന്ന് ഇരിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ല, അല്ലെങ്കിൽ അല്പം ജലം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം ഇരിക്കാൻ പറഞ്ഞാൽ പിന്നെ വെള്ളം ചോദിക്കും, പിന്നെ ഭക്ഷണം ചോദിക്കും, അപ്പോൾ തനിക്ക് ധനവ്യയമുണ്ടാവുമെന്ന് അദ്ദേഹം കരുതി. ഇങ്ങനെ വാങ്മാത്രേണാപി നാർച്ചിതഃ, വാക്കുകൊണ്ടുപോലും അദ്ദേഹം അവരെ ആരാധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അതിൻ്റെ ഫലമായിട്ട് പണം അധികമായി കൂടി അത് വേണ്ട വിധം ചെലവഴിച്ചിട്ടില്ലെങ്കിൽ ആപത്ത് വിളിച്ചു വരുത്തും. സാധാരണ കൃഷിയിടങ്ങളിലെ കൃഷി ചെയ്യാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് വെള്ളം. അവരവരുടെ വയലിലേക്ക് വെള്ളം ഒഴുകി വരുമ്പോൾ അതിനെ വരമ്പ് കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തുക പതിവുണ്ട്. ഇതേപോലെ ഈ ലോകജീവിതത്തിൽ ജീവിതയാത്ര നിർവഹിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ധനം. ആ ധനം ആവശ്യത്തിനനുസരിച്ച് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തേണ്ടത് ഒരു ജീവിതത്തിൽ ശ്രമിക്കുന്ന ജീവിതവൃത്തിയിലെ ജീവിതയാത്ര അനുഷ്ഠിക്കുന്ന ഒരാളുടെ ധർമ്മമാണ്. പക്ഷേ
അധികമായിട്ട് വെള്ളം വയലിലേക്ക് ഒഴുകി വരുമ്പോൾ ഇതാ വയലിൽ അധികമായിട്ട് വെള്ളമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നല്ല കർഷകൻ അദ്ദേഹം താൻ കെട്ടിയ വരമ്പിൻ്റെ ഏതെങ്കിലും ഒരറ്റം അല്പമൊന്ന് പൊട്ടിച്ച് അധികമായിട്ടുള്ള ജലത്തിനെ ഒഴുക്കിക്കളയുക പതിവുണ്ട്. അങ്ങനെ ഒഴുക്കിക്കളഞ്ഞിട്ടില്ല എങ്കിൽ അധികമായിട്ട് വന്നു ചേരുന്ന ജലം ഇതാ ആ വരമ്പിലെ സകല കൃഷിയെയും വിത്തിനെയും എല്ലാം ഒഴുക്കിക്കൊണ്ട് എല്ലാ വരമ്പും തട്ടിത്തകർത്തുകൊണ്ട് ഒഴുകിപ്പോവും. അതാണ് സ്വഭാവം. ഇതേപോലെ അവനവനിലേക്ക് അധികമായിട്ട് ധനം വരുന്നുണ്ട് എന്ന് കണ്ടാൽ അത് യജ്ഞങ്ങളിലൂടെ ധർമ്മമാർഗങ്ങളിലൂടെ ഇതാ ലോകത്തിലേക്ക് തന്നെ തിരിച്ചൊഴുക്കി കൊടുക്കേണ്ട ചുമതല ധനമാർജിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിലോ ഈ വരമ്പുകളെ മുഴുവൻ തട്ടി തകർത്തുകൊണ്ട് ഈ ജലം മുഴുവൻ ഒഴുകിപ്പോവും എന്നുള്ളതാണ് ഈശ്വര നിയമം. അതിനനുസരിച്ച് ഈ ഭിക്ഷുവിനും അദ്ദേഹം യാതൊരു വിധത്തിലും ഈശ്വരാരാധന അല്ലെങ്കിൽ ഭൂതാരാധന, ദേവാരാധന, ഋഷി ആരാധന, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം ഒന്നും അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം സമ്പാദിച്ച ധനം ഇതാ അപത്തായിട്ട് തീർന്നു. പല വിധത്തിൽ ആ ധനം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. രാജാവ് കണ്ടുകെട്ടിയിട്ടും അതേപോലെ തന്നെ ഇതാ അഗ്നിബാധ, പ്രളയം മുതലായവ ഉണ്ടായിട്ടും പല വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ധനം മുഴുവൻ നഷ്ടപ്പെട്ടു. അവസാനം അദ്ദേഹത്തിന് അവശേഷിച്ചെൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു മുളവടി, ഒരു കമ്പിളിയുടെ കഷണം, ഒരു ഭിക്ഷാപാത്രം. ഇത് മാത്രമാണ് അദ്ദേഹത്തിന് അവസാനം കയ്യിൽ കിട്ടിയത്. പക്ഷെ അങ്ങനെ കിട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. ഇതുവരെ താൻ ഈ സമ്പാദിക്കാൻ വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തനിക്ക് ഈ പണം ഒരിക്കലും സുഖം നൽകുകയുണ്ടായിട്ടില്ല എന്നുള്ള ബോധം ആ ഭിക്ഷുവിന് ഏതോ ഒരു ഈശ്വരാനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, അർത്ഥസ്യ സാധനേ സിദ്ധേ ഉത്കർഷേ രക്ഷണേ വ്യയേ നാശോപഭോഗേ ആയാസഃ ത്രാസശ്ചിന്താഭ്രമോ നൃണാം. ഈ പണം സമ്പാദിക്കുക, അർത്ഥസ്യ സാധനേ, പണം സമ്പാദിക്കുക എന്നുള്ളത് വളരെ വളരെ ദുഃഖം ഉണ്ടാക്കുന്നതാണ്. കിട്ടിയാൽ അത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക എന്നുള്ളതും ദുഃഖമാണ്. അർത്ഥസ്യ സാധനേ സിദ്ധേ ഉത്കർഷേ. ആ പണം ഇതാ അതിൻ്റെ പണവും അതിൻ്റെ പലിശയുമായിട്ട് കൂടി വരുന്നത് കണ്ടാൽ അപ്പോഴും ദുഃഖമാണ്. കാരണം ഇങ്ങനെ പലിശയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എത്രയധികം ഇനി ഗവൺമെന്റ് കണ്ടുകെട്ടുന്നുള്ള പേടിയാണ്. അർത്ഥസ്യ സാധനേ സിദ്ധേ ഉത്കർഷേ രക്ഷണേ. ആ പണം വേണ്ട വിധം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് അത് ദുഃഖമാണ്. ആരെങ്കിലും കള്ളൻ വന്നിട്ട് ഈ പണം കട്ടുകൊണ്ടുപോകുമ്പോൾ താൻ തടയാൻ നിന്നാൽ ചിലപ്പോൾ തൻ്റെ ജീവിതം പോലും നഷ്ടമായി പോകും. രക്ഷണേ വ്യയേ. ഇനി ആ പണം നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലും അപ്പോഴും ദുഃഖമാണ്. ഇനി താൻ തന്നെ അനുഭവിക്കുകയാണെങ്കിലും നാശോപഭോഗേ, നാശത്തിലായാലും ഉപഭോഗം ചെയ്യാണ്, അതിനെ താൻ തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും അപ്പോഴും ചെലവായി പോകുന്നുവല്ലോ എന്നുള്ള ദുഃഖം. ഓ, ഇത്ര അധികം ചെലവഴിക്കേണ്ടിയിരുന്നില്ല എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടാവണം. ഇങ്ങനെ പണം സമ്പാദിക്കാൻ ദുഃഖം, ആ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ ദുഃഖം, അത് രക്ഷിക്കാൻ ദുഃഖം, അതിൻ്റെ നാശം സംഭവിക്കുമ്പോൾ ദുഃഖം, അത് അവനവൻ ഉപയോഗിക്കുമ്പോൾ ദുഃഖം, ഇനി അത് നഷ്ടപ്പെട്ടാൽ അതും ദുഃഖം. ഇങ്ങനെ ഈ പണം സകലവിധത്തിലും അനർത്ഥം മാത്രമുണ്ടാക്കുന്നതാണ്. ഈ പണത്തിന് ആരെ അർത്ഥമെന്ന് പേരിട്ടത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. നമ്മൾ പറയാറുണ്ട് സാധാരണ അർത്ഥം എന്ന് പണയത്തിന് വേണ്ടി പറയാറുണ്ട്. പക്ഷേ ഇത് അനർത്ഥമാണ്, അർത്ഥമല്ല എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായി. ഇത് മാത്രമല്ല, ഈ പണമുണ്ടല്ലോ, ഏതേ പഞ്ചദശാനർത്ഥ സ്ഥേയം ഹിംസാനൃതം ദംഭ. പണം സമ്പാദിക്കാൻ ഒരാളെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് 15 തരത്തിലുള്ള പാപങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് അദ്ദേഹം കണക്കാക്കി എന്നാണ്. പണം സമ്പാദിക്കാൻ ഒരാൾ പുറപ്പെട്ട അയാൾക്ക് സ്ഥേയം, പണം സമ്പാദിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അയാൾക്ക് അല്പം കളവ് കാണിക്കേണ്ടി വരും.
അതേപോലെ തന്നെ ഹിംസ, മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ടി വരും. അനൃതം, കളവ് പറയേണ്ടി വരും. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പാപങ്ങൾ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിച്ചു, ഒരു 10 രൂപ കടം തരുമോ ചോദിച്ചു. കടം ഒരു 10 രൂപ കൊടുത്തു. എത്ര കാലമായിട്ടും ആ കടം കൊടുത്ത് തിരിച്ചു തരുന്നില്ല. പിന്നെയാണ് വേറൊരു അവസരത്തിൽ അയാൾക്ക് എന്തോ വലിയ ബുദ്ധിമുട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്കൊരു 100 രൂപ എങ്ങനെയെങ്കിലും നിങ്ങൾ തരണം, അല്ലെങ്കിൽ എൻ്റെ കാര്യം വളരെ കഷ്ടമാണ്, ആശുപത്രിയിൽ പോകാനുള്ളതാണ് എന്ന് പറഞ്ഞു വന്നിരിക്കുക. ആദ്യം നമ്മളെ 10 രൂപ പറ്റിച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ മടിയിൽ ആയിരക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും നമ്മൾ അയാളോട് പറയും, സഹോദര താങ്കളെ സഹായിക്കണം എന്ന് എനിക്ക് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5 പൈസ ഇല്ല. ആയിരക്കണക്കിന് രൂപ മടിയിൽ വെച്ചിട്ടാണ് പറയണത്, 5 രൂപ എൻ്റെ കയ്യിലില്ല, ഇന്നത്തെ റേഷൻ മേടിക്കാൻ പോലും കാശില്ലാതെ ഞാൻ ബുദ്ധിമുട്ടാണോ എന്ന് കളവ് പറയേണ്ടി വരും എന്നാണ് പണം സമ്പാദിക്കാൻ പുറപ്പെടുന്നവര്. ഇങ്ങനെ സ്ഥേയം, ഹിംസ, അനൃതം, ദംഭ, കാമ, ക്രോധ, സ്മയ, മദഹ. പണം സമ്പാദിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവും, മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം ഉണ്ടാവും, ക്രോധഭാവം ഉണ്ടാവും. അതേപോലെ തന്നെ വ്യസനങ്ങള്, സ്ത്രീ സേവ, മദ്യസേവ മുതലായിട്ടുള്ള ചൂതുകളി മുതലായ വ്യസനങ്ങള്, ഇതെല്ലാം ഉണ്ടാവും പണം സമ്പാദിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ 15 വിധത്തിലെ പാപങ്ങള് ആ പണം സമ്പാദിക്കാൻ പുറപ്പെട്ട ആളുകളുടെ അടുത്ത് വരും. അതുകൊണ്ട് എല്ലാ വിധത്തിലും ഈ പണത്തിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളത് അനർത്ഥമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ പണം സമ്പാദിക്കാൻ അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടി വരും. സ്വന്തം ഭാര്യയും പുത്രന്മാരും പോലും അങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കില്ല എന്നുള്ള അവസ്ഥ വന്നു ചേരും. പല വിധത്തില് ആപത്തുകൾ വന്നു ചേരുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഏതായാലും അദ്ദേഹത്തിന് പറയാണ്, അദ്ദേഹം പരിഭൂതൈമാം ഗാഥാമഗായത നരാധമൈഹി പാതയദ്ഭി സ്വധർമ്മസ്ഥോ ധൃതിമാസ്ഥായ സാത്വികീം. അദ്ദേഹം തൻ്റെ കയ്യിൽ കിട്ടിയ ആ മുളവടിയും കമ്പിളി കഷണവും ആ ഭിക്ഷാപാത്രവുമായിട്ട് ഇനി ഞാൻ പണം സമ്പാദിക്കാൻ പുറപ്പെടില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ടാണ് ലോകത്തില് ഭിക്ഷുവായിട്ട് സഞ്ചരിക്കാൻ ആരംഭിച്ചത്. അങ്ങനെ ഭിക്ഷുവായിട്ട് സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇവിടെ നിന്നോ അദ്ദേഹത്തിന് അല്പം ഭക്ഷണം അന്നമാരോ നൽകി. തൻ്റെ ഗ്രാമത്തിലിരുന്ന് കഴിക്കാൻ പുറപ്പെട്ടാൽ ജനങ്ങൾ പറയും, പണ്ട് തൻ്റെ ഗൃഹത്തിൽ വരുന്ന ഒരു അതിഥിയെപ്പോലും വാങ്മാത്രേണാപിനാർച്ചിത, തൻ്റെ വാക്കുകൊണ്ട് പോലും ബഹുമാനിക്കാതിരുന്ന ആളാണ് ഇദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ ഇവിടെ ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുമെന്ന് വിചാരിച്ച് അദ്ദേഹം തൻ്റെ ഗ്രാമത്തെ എല്ലാം ഉപേക്ഷിച്ച് ഏതോ നദീതീരത്ത് ചെന്നിരുന്ന് തനിക്ക് കിട്ടിയ ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ട സന്ദർഭത്തിലാണ് ഇവിടെ നിന്നോ ആളുകൾ അറിഞ്ഞു, അദ്ദേഹം പണ്ട് വളരെ ധനികനായിരുന്നു, തൻ്റെ പണം മുഴുവൻ പല വിധത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ലോകത്തിനോട് കളവ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭിക്ഷയെടുത്ത് പണം സമ്പാദിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചുറ്റും കൊണ്ട് കൂടിയിത്രേ. എന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ചോറിൻ്റെ ഒരു ഉരുള അദ്ദേഹം എടുത്ത് കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ ഏതോ ഒരാൾ ഒരു വടിയെടുത്ത് ഒരടി കയ്യിൽ എടുത്ത ഭക്ഷണം തെറിച്ചു പോണു. അദ്ദേഹത്തിൻ്റെ ആ ഭിക്ഷാപാത്രത്തിൽ അവശേഷിച്ച ചോറിലേക്ക് മണലങ്ങട് വാരിയിട്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് മലമൂത്രങ്ങൾ വിസർജനം ചെയ്തു. പല വിധത്തിലും അദ്ദേഹം ആ ഭിക്ഷുവിനെ ദ്രോഹിക്കാൻ അങ്ങോട്ട് ആരംഭിച്ചു. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം ആലോചിച്ചത്, പാദയദ്ഭി സ്വധർമ്മസ്ഥോ ധൃതിമാസ്ഥായ സാത്വികീം. അദ്ദേഹം സാത്വികിയായ ആ ധൃതിയെ, ധൈര്യത്തെ സംഭരിച്ചുകൊണ്ട് അതിനൊന്നും യാതൊരു വിധത്തിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഭഗവത്ഗീതയിൽ കാണാം, ധൃത്വായയാധാരയത്തെ മനഃപ്രാണേന്ദ്രിയക്രിയാ യോഗേന അവ്യഭിചാരിണ്യ ധൃതിസാ പാർത്ഥ സാത്വികീ. പല വിധത്തില് മനസ്സിൻ്റെയും പ്രാണന്റെയും ഇന്ദ്രിയങ്ങളുടെയും ആ പല വിധത്തിലുള്ള ആ പ്രവൃത്തികളുടെ വികാരങ്ങളുടെ ഫലമായിട്ട്, ആ വ്യാപാരങ്ങളുടെ ഫലമായിട്ട് മനസ്സ്
താൻ സ്വീകരിച്ചിരിക്കുന്ന ആത്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രാണങ്ങളെയുമെല്ലാം ആ ആത്മശക്തി കൊണ്ട് ദൃഢമാക്കി വെച്ച് ഇതാ ആ ദൃഢഭാവനയിൽ തൻ്റെ ഈശ്വരാഭിമുഖമായി സഞ്ചരിക്കുന്ന തനിക്ക് ഈ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ, പ്രാണന്റെ വ്യാപാരങ്ങൾ, അതേപോലെ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങൾ വിഘാതമായി തീരുമെന്ന് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം ഇതാ നിവൃത്തിയെ സമ്പാദിച്ച് ദൃഢഭാവനയോടുകൂടി ഈശ്വരമാർഗത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നതിനെയാണ് ഭഗവത്ഗീത സാത്വികീയായ ധൃതി എന്ന്, ധൈര്യമെന്ന് ഉദ്ഘോഷിക്കുന്നത്. ആ ഒരു ധൈര്യം അദ്ദേഹം, ആ സാത്വികീ ധൃതി അദ്ദേഹം സമ്പാദിച്ചു. എന്തു വന്നാലും ശരി, ഞാൻ എൻ്റെ മനസ്സിനെ അടക്കി നിർത്തും. ഇവരെത്രയൊക്കെ പരിഹസിച്ചാലും, എത്രയൊക്കെ എന്നെ ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചാലും, എത്രയൊക്കെ എൻ്റെ ഇന്ദ്രിയങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി, ഇന്ദ്രിയങ്ങളെ കലുഷമാക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഞാൻ അവരുടെ ഈ പരിഹാസങ്ങൾക്കൊന്നും അടിമപ്പെടില്ല. എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കും, എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ നിയന്ത്രിക്കും, എൻ്റെ പ്രാണങ്ങളെ ഞാൻ നിയന്ത്രിക്കും. ഞാൻ യാതൊരു വിധത്തിലും എൻ്റെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയെ കൈവിടുകയില്ല എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ആ ഭിക്ഷു ഉയർന്നു. അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഇവരോട് കോപിക്കണമോ എന്നാണ് അദ്ദേഹം ആലോചിച്ചത്. വേണ്ടാന്ന് തീരുമാനിച്ചു അദ്ദേഹം. എന്നിട്ടാണ് അദ്ദേഹം ഒരു ഗീതം പാടി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഭിക്ഷുഗീതം എന്ന് വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ളത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അത് ഉദ്ധവനോട്. ഉദ്ധവ, അദ്ദേഹം ആ ഭിക്ഷു ആ സാത്വികീയായ ധൃതിയെ സമ്പാദിച്ച് തൻ്റെ മനസ്സിനെ, പ്രാണങ്ങളെ, ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കിക്കൊണ്ട് അദ്ദേഹം പാടി. നായം ജനോ മേ സുഖ ദുഃഖ ഹേതു ന ദേവതാത്മാഗ്രഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യൽ. ഈ ആളുകളൊക്കെയാണോ എൻ്റെ ദുഃഖത്തിന് കാരണം? അദ്ദേഹം ചിന്തിച്ചു. നായം ജനോമേ സുഖ ദുഃഖേതു, എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം ഇവരൊന്നുമല്ല. ഇവരെന്ന് മാത്രമല്ല, ചിലവർ പറയും ജനങ്ങളല്ല, എന്നാൽ ഇതാ അവരവരുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദേവന്മാരുണ്ട്. ആ ദേവന്മാരാണ് ഈ ദുഃഖത്തിനൊക്കെ കാരണം. ദേവകോപം കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത് എന്ന് പറയും. ന ദേവതാത്മാ, ആ ദേവന്മാരുമല്ല. അതേപോലെ തന്നെ ചിലവർ പറയും, അല്ല, ആ ഗ്രഹങ്ങള് അവരവർ ജനിക്കുന്ന സന്ദർഭത്തിൽ ആ ഇന്ന ഗ്രഹങ്ങൾ ഇന്ന സ്ഥാനങ്ങളിൽ നിന്നു, ആ ഗ്രഹങ്ങൾ ഇന്ന ഗ്രഹങ്ങളോട് മൗഢ്യമാണ്, അല്ലെങ്കിൽ അവ വേണ്ട വിധം നോക്കിയില്ലാന്നോ നോക്കുന്നുണ്ടെന്നോ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് ഗ്രഹപ്പിഴകളാണ് ദുഃഖത്തിന് കാരണം എന്ന് പറയാറുണ്ട്. ന ഗ്രഹകർമ്മകാല, ആ ഗ്രഹങ്ങളുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം. ഇനി ചിലവർ പറയും എൻ്റെ കർമ്മമാണ് എൻ്റെ ദുഃഖത്തിന് കാരണമെന്ന്. എൻ്റെ കർമ്മങ്ങളുമല്ല ദുഃഖത്തിന് കാരണം. അതേപോലെ വേറെ ചിലവർ പറയും കാലപ്പിഴകളാണ് ഈ ആപത്തുകൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് കാലമാണ് ദുഃഖത്തിന് കാരണം, കാലവുമല്ല ദുഃഖത്തിന് കാരണം. അദ്ദേഹം തീരുമാനിച്ചു. നായം ജനോമേ സുഖ ദുഃഖ ഹേതു ന ദേവതാത്മാ ഗ്രഹകർമ്മകാലാ മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേൽ. എൻ്റെ ദുഃഖത്തിൻ്റെ മുഴുവൻ കാരണം എൻ്റെ മനസ്സാണ്. അദ്ദേഹം കണ്ടെത്തി, ഈ ഗ്രഹങ്ങളല്ല, കർമ്മമല്ല, കാലമല്ല, ദേവതകളല്ല, ഈ ജനങ്ങളുമല്ല, എൻ്റെ സകല ദുഃഖത്തിൻ്റെയും കാരണം എൻ്റെ മനസ്സാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കും. എൻ്റെ മനസ്സാണ് ത്രിഗുണാത്മികയായിട്ടുള്ള എൻ്റെ മനസ്സ്. ആ മനസ്സാണ് ആ ഗുണങ്ങൾക്കനുസരിച്ച്, സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഈ ഗുണങ്ങൾക്കനുസരിച്ച് എന്നിലെ പ്രവർത്തികളെ ഉണ്ടാക്കുന്നത്, കർമ്മങ്ങളെ ഉണ്ടാക്കുന്നത്. എൻ്റെ ആ ത്രിഗുണാത്മികയായ മനസ്സ്, ആ മനസ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇങ്ങനെ കർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് സംസാര ദുഃഖം ജീവാത്മാവ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ
ആ മനസ്സാണ് സകല ദുഃഖത്തിനും കാരണം. മനോഗുണാൻ വൈ സൃജത്തെ ബലീയഃ തതശ്ച കർമാണി വിലക്ഷണാനി ശുക്ലാനി കൃഷ്ണാന്യഥലോഹിതാനി തേഭ്യ സവർണാശ്രുതയോ ഭവന്തി. മനസ്സാണ് കർമ്മങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. എന്നാൽ ആത്മാവിന് ഈ മനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജീവാത്മാവ്, പരമാത്മാവ്. അതിന് ജീവാത്മാവ് ഈ മനസ്സിനെ സ്വീകരിച്ച് ആ ത്രിഗുണാത്മികയായ മനസ്സിനെ സ്വീകരിച്ച് അവസാനം ഈ മനസ്സാണ് ഞാൻ എന്നുള്ള ഒരു ബോധത്തിലേക്ക് വന്നു ചേരുന്നു. ആ അധ്യാസം കൊണ്ട് മനസ്സിന് അടിമപ്പെട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ആ അധ്യാസത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധത്തിലേക്ക് ജീവാത്മാവ് വന്നു ചേരുകയാണുള്ളത്. പരമാത്മാവായ ഭഗവാന് ഇതൊന്നും ബാധകമല്ല. ജ്ഞാനസ്വരൂപനായ അവിടുത്തേക്ക് ആ അധ്യാസം എന്ന് പറയുന്നത് ഇല്ലാത്തത് കൊണ്ട് ആ പരമാത്മാവിന് ഇതൊന്നും ബാധകമല്ല. എന്നാൽ ജീവാത്മാവ് ഈ ശരീരമാണെന്നുള്ള ഞാനെന്നുള്ള ബോധത്തിലേക്ക് മനസ്സിന് അടിമപ്പെട്ട് വന്നു ചേരണു. അതുകൊണ്ട് ഈ ശരീരത്തിന് ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളൊക്കെ എനിക്കുണ്ടാകുന്നു എന്നുള്ളൊരു ചിന്ത ജീവാത്മാവിലെ ഈ അധ്യാസത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേർന്നു. അനീഹ ആത്മാ മനസാ സമേതയാ ഹിരണ്മയോ മത്സഖ ഉദ്വിചഷ്ടേ മനസ്വലിംഗം പരിഗൃഹ്യ കാമാൻ ജുഷൻ നിബദ്ധോ ഗുണസംഗതോസൗ. ആ ആത്മാവ്, നിത്യശുദ്ധ ബുദ്ധ സ്വരൂപനായ ആത്മാവ് മനസ്സിന് കീഴ്പ്പെട്ട് പുരഞ്ജനോപാഖ്യാനത്തിലൊക്കെ അത് നമ്മൾ വളരെ വളരെ ഭംഗിയായി ഭഗവാൻ പറഞ്ഞു തന്നതാണ്. ഭാഗവതം നമുക്ക് വ്യാസഭഗവാൻ പറഞ്ഞു തന്നതാണ്. ഭാഗവതത്തിലൂടെ എങ്ങനെയാണ് മനസ്സിന് അടിമപ്പെട്ട് മനസ്സിൽ ചെയ്യുന്ന അഹംഭാവം വന്നു ചേർന്ന് ജീവാത്മാവ് മനസ്സിന് അടിമപ്പെടുന്നത് എന്നുള്ള തത്വത്തെ മുഴുവൻ എന്നാൽ ഇതൊന്നും പരമാത്മാവിന് ബാധകവുമല്ല. അതുകൊണ്ട് ഈ മനസ്സിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സകലവിധ കാര്യങ്ങളും ആധ്യാത്മിക മാർഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്ത പരോ ഹി യോഗോ മനസഃ സമാധി. സദാചാരങ്ങളെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദാനങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടി ദാനം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു? ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സ്വധർമ്മ അനുഷ്ഠാനം, വർണ്ണാശ്രമധർമ്മങ്ങളെ അനുഷ്ഠിക്കണം എന്നൊക്കെ പറയുന്നു. എന്തിനു വേണ്ടി? മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ യമങ്ങള് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ട്? മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ജ്ഞാനസമ്പാദനം, അതും എന്തിനു വേണ്ടി? മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ട്? മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ സദ്വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ട്? മനസ്സിനെ കീഴ്പ്പെടുത്താൻ സാധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സകല ധർമ്മങ്ങളും പറഞ്ഞിരിക്കുന്നത് എല്ലാം ഈ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അധ്യാസത്തിനെ ഒഴിവാക്കാൻ, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ നിന്നും രക്ഷ നേടി ആത്മചൈതന്യമാണ്, ഭഗവത് സ്വരൂപനാണ്, ഞാൻ ആ സർവേശ്വരനാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ബാക്കി എല്ലാ കർമ്മങ്ങളും പറഞ്ഞിരിക്കുന്നത്, അത് ദാനമായാലും വ്രതങ്ങളായാലും യാഗാദികളായാലും വർണ്ണാശ്രമധർമ്മങ്ങളായാലും ജ്ഞാനസമ്പാദനമായാലും എല്ലാം ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹ ലക്ഷണാന്താ പരോ ഹി യോഗോ മനസഃ സമാധി. ഏറ്റവും വലിയ യോഗമെന്ന് പറയുന്നത് മനസ്സിൻ്റെ സമാധാനമാണ്, സമാധിയാണ്. മനസ്സിനെ വേണ്ട വിധത്തിൽ അടക്കാൻ കഴിയലാണ് ഏറ്റവും വലിയ യോഗം എന്ന് പറയുന്നത്. പതഞ്ജല യോഗസൂത്രത്തിൽ കാണാം, പറയും
ആ യോഗ എന്നുള്ളത് ചിത്തവൃത്തി നിരോധമാണ്. മനസ്സിൻ്റെ സകലവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിനെ തൻ്റെ സ്വാധീനത്തിൽ ഇതാ ആക്കാൻ സാധിക്കലാണ്, ചിത്തവൃത്തികളെ നിരോധിക്കാൻ സാധിക്കലാണ് ഇതാ യോഗമെന്ന് പറയണത് എന്ന് പതഞ്ജല യോഗ സൂത്രത്തിൽ കാണാൻ കഴിയും. അത് തന്നെ പറയാണ്, ആ സകല യോഗവും പരോഹി യോഗോ മനസ്സമാധി, മനസ്സിൻ്റെ സമാധി, മനസ്സിൻ്റെ സമാധാനം വേണ്ട വിധത്തിൽ ആ മനസ്സിനെ ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ യോഗം എന്ന് പറയണത്. ആ മനസ്സ്, ഒരാളുടെ മനസ്സിനെ അങ്ങനെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചുവെങ്കിൽ പിന്നെ അയാൾക്ക് ബാക്കിയുള്ള ആ കർമ്മകാണ്ഡങ്ങളിലുള്ള പറഞ്ഞിരിക്കുന്ന യാതൊന്നും അയാൾക്ക് അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല. സമാഹിതം യസ്യ മനഃ പ്രശാന്തം ദാനാദിഭിക്കും വദ തസ്യ കൃത്യം. മനസ്സിനെ വേണ്ട വിധം ഒരാൾ നിയന്ത്രിച്ചു കഴിഞ്ഞുവെങ്കിൽ പിന്നെ അയാൾ ദാനം അനുഷ്ഠിച്ചില്ലെങ്കിലും വലിയ വിഷമമില്ല, വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല എങ്കിലും അതൊന്നും കുഴപ്പമില്ല. നദി കടക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ തോണി ഉപയോഗിക്കാറുണ്ട്. തോണി ഉപയോഗിച്ച് നദി കടക്കും. പക്ഷേ ആ നദി കടന്നു കഴിഞ്ഞാൽ ഈ തോണിയാണല്ലോ എന്നെ നദി കടക്കാൻ സഹായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആരും തോണിയെ തോളിലെടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഇതാ ദാനമായാലും വ്രതങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും എല്ലാം മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിനെ നിയന്ത്രിച്ച് കഴിഞ്ഞവർക്ക് ഇനി ഇതൊന്നുമില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. ഇനി മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവർക്കും ഈ ദാനങ്ങളെ കൊണ്ടും വ്രതങ്ങളെ കൊണ്ടും ഒന്നും യാതൊരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. അസംയതം യസ്യ മനോ വിനശ്യൽ ദാനാദിഭിശ്ചേദ് അപരം കിമേഭി. മനസ്സിനെ നിയന്ത്രിക്കാൻ ഉപകാരമായിട്ട് തീരുന്നില്ല എങ്കിൽ ദാനം ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല. അതേപോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സഹായകമായിട്ട് തീരുന്നില്ല എങ്കിൽ വ്രതങ്ങളെ കൊണ്ടൊന്നും യാതൊരു ഫലവുമില്ല. ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയാണ്, വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കും. ഇപ്പൊ ഏകാദശി വ്രതം അനുഷ്ഠിക്കും, അന്ന് തീരുമാനിക്കും ഇന്ന് ഞാൻ അരിഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് തീരുമാനിക്കും. എന്നിട്ടോ രാവിലെ ആയ ചപ്പാത്തി ഒരു 10 എണ്ണം, അത് കഴിഞ്ഞാൽ 4 നേന്ത്രപ്പഴവും 2 ഗ്ലാസ് പാലും, അങ്ങനെയായിട്ട് തീർന്നിരിക്കണു ഇന്നത്തെ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ. മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപവാസം അനുഷ്ഠിക്കണം. മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്, ഏകാദശ്യാം അഹോരാത്രം കർത്തവ്യം ഭോജനദ്വയം. പ്രമാണവും കണ്ടുപിടിച്ചിട്ടുണ്ട് അവര്. ഏകാദശ്യാം അഹോരാത്രം കർത്തവ്യം ഭോജനദ്വയം എന്നാണ്. ഒരാള് അർത്ഥം പറഞ്ഞത് എന്താ അറിയോ? ഏകാദശിയില് അഹോരാത്രം 2 പ്രാവശ്യം ഊണ് കഴിച്ചു കൊള്ളണം എന്നാണ് അത്ര നിയമം. ഏകാദശ്യാം അഹോരാത്രം കർത്തവ്യം ഭോജനദ്വയം. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, ഭോജന ഏകാദശ്യാം ദ്വയം കർത്തവ്യം എന്നാണ്. അല്ലയോ ജനങ്ങളെ, ഏകാദശിയില് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം. ഉത്തരാർദ്ധം ആരും നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റണത്. സംസ്കൃത ഭാഷയിലെ എവിടെന്നെങ്കിലും ഒരു ശ്ലോകത്തിന്റെ ഒരു പകുതി അങ്ങോട്ട് പറയും, എന്നിട്ട് അതാണ് പ്രമാണം എന്നും പറയും. ഏകാദശ്യാം അഹോരാത്രം കർത്തവ്യം ഭോജനദ്വയം രാത്രൗ ജാഗരണം ചെയ്വ ദിവാച ഹരികീർത്തനം എന്നാണ് അതിൻ്റെ ഉത്തരാർദ്ധം. രാത്രിയിലെ ഉറക്കമൊഴിച്ചുകൊണ്ടും അതേപോലെ പകൽ സമയത്ത് ആ ഭഗവൻ നാമങ്ങളെ കീർത്തിച്ചുകൊണ്ടും ഇതാ ആ ദിവസം മുഴുവൻ ഭഗവത് സമീപത്തിരിക്കണം, അല്ലെങ്കിൽ ആത്മസമീപത്ത് ഭഗവത് സമീപത്ത് ഇരിക്കണം എന്നുള്ളതാണ് ഉപവാസത്തിന്റെ അർത്ഥം. അതിന് കണ്ടുപിടിച്ച മറുപടി ഇങ്ങനെയാണ്, ഏകാദശ്യാം അഹോരാത്രം കർത്തവ്യം ഭോജനദ്വയം. ഭോജനദ്വയം കർത്തവ്യം, രാത്രവും ജാഗരണം ദിവാച ഹരികീർത്തനം, ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഈ സംസ്കൃതം ഒരു എവിടെയെങ്കിലും ഒക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബ്രാഹ്മണോ ഭോജനപ്രിയ എന്നാണ് എല്ലാവരും പറയാറ്. ബ്രാഹ്മണരെന്ന് വെച്ചാൽ നല്ലവണ്ണം ഊണ് കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്നാണ്. അങ്ങനെയല്ല അർത്ഥം, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളതും. ബ്രാഹ്മണോ ഭോ ജനപ്രിയ എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാ ബ്രാഹ്മണര്.
ഇന്ന് നേരെ മറച്ചായിട്ടുണ്ട് എന്നുള്ളത് സത്യം. ഇന്ന് ഭോജനപ്രിയന്മാരായിട്ടുണ്ട്. അതല്ല ഋഷീശ്വരന്മാർ പറഞ്ഞത്. ജനപ്രിയന്മാരായിരുന്നു അവര്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എൻ്റെ ബുദ്ധി നന്നാക്കണം എന്നല്ല നമ്മളോട് ഗായത്രി പറഞ്ഞത്. ധിയോയോ ന പ്രചോദയാൽ എന്നാണ്. ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നാണ്. സമാജത്തിൻ്റെ മുഴുവൻ ബുദ്ധിയുടെ പ്രചോദകന്മാരായിട്ട് തീർന്നവരായിരുന്നു ബ്രാഹ്മണര്. ഇപ്പൊ അങ്ങനെയല്ല, ഭോജനപ്രിയന്മാരായിട്ട് തീർന്നു എന്ന് മാത്രം. അങ്ങനെ ആവരുത്, ആവാതിരിക്കലാ വേണ്ടത്. പക്ഷേ ഇത് വേണ്ട വിധം മനസ്സിലാക്കാതെ ഇങ്ങനെ തെറ്റായിട്ടൊക്കെ ആളുകൾ പറയുന്നു. ഏതായാലും അപ്പോ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ലക്ഷ്യം മനസ്സിൻ്റെ സമാധിയാണ്, മനസ്സിൻ്റെ സമാധാനമാണ്, മനസ്സിനെ കീഴ്പ്പെടുത്താനാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തനിക്ക് തൻ്റെ രസനേന്ദ്രിയത്തെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഇന്ദ്രിയത്തെയും മനസ്സിനെയും കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതാ ഉപവാസാദികളായിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആ വ്രതങ്ങളിലൂടെ നിങ്ങൾക്ക് നാവിനെ ജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് കാര്യമെന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഏകാദശ സ്കന്ധത്തിന്റെ ആരംഭത്തിൽ കാണാം നമുക്ക്, ജിതം സർവേ ജിതേ രസേ. നിങ്ങൾ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെടണു, എന്നിട്ട് അതിലൊരു ഇന്ദ്രിയമായിട്ടുള്ള നാവിനെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നാവിനൊരു പ്രത്യേകതയുണ്ട്. അത് കർമ്മേന്ദ്രിയമാണ്, ജ്ഞാനേന്ദ്രിയമാണ്. സദാസമയവും ഇതാ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ്. അതുകൊണ്ട് കർമ്മേന്ദ്രിയാണ്. അതേപോലെ സ്വാദ് ആസ്വദിക്കുന്നത് കൊണ്ട് ജ്ഞാനേന്ദ്രിയമാണ്. അങ്ങനെയുള്ള ആ നാവിനെ ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനെ ജയിച്ചു എന്നാ പറയണത്? ജിതം സർവേ. ഇനി നാവിനെ ഒരാൾക്ക് ജയിക്കാൻ സാധിച്ചുവെങ്കിൽ അയാളിതാ ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചു എന്ന് പറയാം. ജിതം സർവേ ജിതേ രസേ. ആ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ഉദ്ധവന് ഉപദേശിച്ചു കൊടുക്കും. അവിടെ ഭാഗവതം ഇപ്പോൾ സപ്താഹ രംഗങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ സജ്ജന സദസ്സുകളൊക്കെ ഇതിനു വേണ്ടി നമ്മളെ പഠിപ്പിക്കുകയാണോ എന്ന് തോന്നും. ഇവിടെ ഈ സപ്താഹ രംഗങ്ങളിൽ അല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കുന്ന സജ്ജന സംസർഗങ്ങളിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ അതിൻ്റെ ആ കർമ്മത്തെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താറുണ്ട്. അധിക നേരം സംസാരിക്കാൻ നമുക്കിവിടെ സാധിക്കില്ല. ഉഗ്രശാസനന്മാരായിട്ടുള്ള ഋഷിതുല്യന്മാരായിട്ടുള്ള മഹർഷീശ്വരന്മാർ ഇവിടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു എന്ന് വരാം. ഏതായാലും ആ ഭാഗവത്തിൽ പറയും, വേറൊരു സ്ഥലത്ത് പറയും, വാചം യച്ഛാ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടി പഠിക്കൂ. മനോയച്ഛാ, മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ സാധിക്കും. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കൂ എന്ന് പറയും. അതിനു വേണ്ടിയിട്ടുള്ള ചില കർമ്മ പദ്ധതികൾ ഋഷീശ്വരന്മാർ ആവിഷ്കരിച്ചതാണോ ഇങ്ങനെയൊക്കെയുള്ള സപ്താഹ സത്ര വിചാര സത്ര രംഗങ്ങളൊക്കെ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസം ഇതിന് സാധിച്ചിട്ടില്ല എങ്കിൽ, ഭാഗവത സപ്താഹത്തിന് പോകുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് തീരുന്നുവെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ചിലപ്പോൾ പ്രസാദം കഴിച്ചതുകൊണ്ട് അതിൻ്റെ ആ പ്രസാദ സ്വീകരണത്തിൻ്റെ ഫലമായിട്ട്, ആഹാരശുദ്ധിയുടെ ഫലമായിട്ട് പതുക്കെ 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 മനസ്സ് നിയന്ത്രിക്കാൻ സാധിച്ചുവെന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അന്നദാനമൊക്കെ സപ്താഹങ്ങൾ രംഗങ്ങളിൽ ധാരാളമായിട്ട് ഇപ്പോൾ നടത്തുന്നത്. ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും സപ്താഹത്തിന് വന്നു, ആഹാരം സ്വീകരിച്ചു. അതിൻ്റെ ഫലമായിട്ടൊരു അല്പം ഈശ്വരാനുഗ്രഹം, സജ്ജനാനുഗ്രഹം, അവൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവിടെ എത്തിയല്ലോ എന്നൊരു കാരുണ്യം സജ്ജനങ്ങൾക്ക് ഉണ്ടായാൽ അതിൻ്റെ ഫലമായിട്ട് മനസ്സ് നന്നായിട്ട് വരാം. ഏതായാലും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വ്രതങ്ങൾ വെറുതെയായി പോകുന്നു. സമാഹിതം യസ്യ മനോ മനഃപ്രശാന്തം ദാനാദിഭിഃ വദ തസ്യ കൃത്യം അസംയതം യസ്യ മനോ വിനശ്യൽ ദാനാദിഭിശ്ചേദപരം കിമേഭി. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വ്രതങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും എല്ലാം വെറുതെയാകു പോകുന്നു. ഇനി ആ മനസ്സ് സാധാരണ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, അങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്ദ്രിയ നിഗ്രഹങ്ങളെ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. മനസ്സിനെ ആദ്യം നിയന്ത്രിക്കൂ, അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തൂ എന്ന് പറയാണ്. കാരണം
ആ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ ഇതാ ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്ന ആ ഇന്ദ്രിയങ്ങളിലൂടെ തങ്ങളുടെ പ്രവൃത്തിയെ ആ ജീവാത്മാവിലൂടെ ചെയ്യിപ്പിക്കുന്ന ആ ദേവശക്തികളുണ്ട്. ഇവരൊക്കെ മനസ്സിൻ്റെ സന്താനങ്ങളാണ്. മനസ്സിൽ നിന്നാണ് ആ ദേവന്മാരൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ മനസ്സിൻ്റെ കീഴിലുള്ള ദേവന്മാർക്കൊന്നും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല. അതിന് ആത്മസ്വരൂപനായ അവനവൻ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണം. മനോവശേന്യേഹ്യഭവൻ ഹി ദേവാം മനശ്ച നാന്യസ്യ വശം സമേതി. മനസ്സിന് അടിമപ്പെട്ടവരാണ് സകല ദേവന്മാരും. അല്ലാതെ ദേവന്മാർക്കടിമയായിട്ടുള്ളതല്ല ആ മനസ്സ്. അതുകൊണ്ട് ഭീഷ്മോ ഹി ദേവസഹസഹ്യാൻ, കീഴടക്കാൻ വളരെ വളരെ വിഷമമേറിയ ആളാണ് ഈ മനസ്സ്. വളരെ ഭീഷ്മമാണ് ഈ മനസ്സ്. അതുകൊണ്ട് ആ മനസ്സിനെയാണ് കീഴടക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും വലിയ ഭാഗവതം പറയുന്നു, ശ്രുതിഗീതയിൽ പറയുന്നു, ശത്രു ഈ മനസ്സാണ്. തം ദുർജയം, ജയിക്കാൻ വളരെ വളരെ വിഷമമാണ് ആ മനസ്സിനെ. തം ദുർജയം ശത്രും അസഹ്യവേഗം അരുംതുതം തന്ന വിജിച്ച കേജിൽ. ജയിക്കാൻ വളരെ വളരെ വിഷമമേറിയ ദുർജയമായ ഈ മനസ്സിനെ കീഴടക്കാൻ സാധിക്കാതെ അസഹ്യമായ വേഗത്തോടു കൂടിയിട്ട്, മനോവേഗം എന്ന് നമ്മൾ പറയാറുണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മളുടെ ചിന്ത ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പായുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അത്രയും വേഗത്തിലാണ്. ഭാഗവത സപ്താഹ അല്ലെങ്കിൽ വിചാരസത്ര രംഗത്തിൽ മനസ്സൊക്കെ ഏകാഗ്രമാക്കിയിട്ടിരിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുമ്പോഴും ചിലവരുടെയൊക്കെ ചിന്ത പുറത്ത് ചെരുപ്പ് വെച്ചിട്ടുണ്ട്, അതെവിടെ പോവോ, ആരെങ്കിലും എടുത്തു, അങ്ങോട്ട് പോണു മനസ്സ്. കാരണം അത് വളരെ ദുർജയമാണ്, അസഹ്യ വേഗത്തോടു കൂടിയതാണ്, കീഴടക്കാൻ വളരെ വിഷമമാണ്. അങ്ങനെയുള്ള ആ മനസ്സിനെ കീഴടക്കിയിട്ടില്ല എങ്കിൽ ആ കുറുവത്യസദ്വിഗ്രഹമർത്ഥമർത്യൈഹി മിത്രാന്നി ഉദാസീനരിപൂൻ വിമൂഢ. ആ മനസ്സിനെ കീഴടക്കാൻ, അവരവരുടെ ഉള്ളിലുള്ള ഈ ശത്രുവിനെ കീഴടക്കാൻ സാധിക്കാതെ പുറമെ കാണുന്ന ആളുകളെ അവര് മിത്രങ്ങളാണ്, അവര് ശത്രുക്കളാണ്, രണ്ടിലും പെടാത്ത ഉദാസീനന്മാരായിട്ടുള്ള, ശത്രുവല്ല മിത്രവല്ല, അങ്ങനെയുള്ള ആളുകളാണ് എന്നൊക്കെ പുറമെയുള്ള ആളുകളെയൊക്കെ നമ്മൾ വിലയിരുത്തുന്നു. പക്ഷെ യഥാർത്ഥ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത്. പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് നൽകുന്ന ഉപദേശമുണ്ട്. അച്ഛൻ ലോകത്തിലെ മുഴുവൻ കീഴടക്കി എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അച്ഛൻ്റെ മനസ്സിനെ കീഴടക്കാൻ അച്ഛന് സാധിച്ചിട്ടില്ല. പിന്നെ എന്ത് കീഴടക്കലാണ് ഉണ്ടായിട്ടുള്ളത്? അവരവരുടെ ഉള്ളിലെ ശത്രുവിനെ കീഴടക്കാൻ സാധിക്കാത്തവരെ എങ്ങനെ പുറമെയുള്ളവരെ കീഴടക്കി എന്ന് പറയും? അതുകൊണ്ട് ജഹ്യാസുരം ഭാവം, അവിടെ ഉദ്ധവൻ ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ പറയും, അച്ഛൻ്റെ മനസ്സിലുള്ള ആസുരമായ ഭാവത്തിനെ, ആ മനസ്സിനെ ജയിക്കാനാണ് വേണ്ടി പരിശ്രമിക്കേണ്ടത് എന്ന് 5 വയസ്സുകാരനായ ആ പ്രഹ്ലാദൻ എന്ന് പറയുന്ന പുത്രൻ ലോകത്തിനെ മുഴുവൻ കീഴടക്കി, എൻ്റെ പുരികക്കൊടികളൊന്ന് വിറച്ചാൽ ലോകം മുഴുവൻ കിടുകിട വിറയ്ക്കുമെന്ന് പറയുന്ന ഹിരണ്യകശിപുവിനെ ഉപദേശിക്കുന്ന രംഗമുണ്ട്. നമ്മളതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നു, ആ മനസ്സിനെ കീഴടക്കിയിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് കാര്യം എന്ന് പറയാണ്. അതുകൊണ്ട് ഞാൻ ഈ മനസ്സിനെ, ദേഹം മനോമാത്രമിമം ഗൃഹീത്വാ മമാഹമിത്യന്തധിയോ മനുഷ്യ ഏഷോഹം അന്യോയമിതി ഭ്രമേണ ദുരന്തപാരേ തമസി ഭ്രമന്തി. ഈ ശരീരത്തിലെ ഈ മനസ്സിന് കീഴ്പ്പെട്ട് ഈ ശരീരമാണ് ഞാനെന്നുള്ള അധ്യാസത്തിന് അടിമപ്പെട്ട് ഇവരൊക്കെ എൻ്റെ ആളുകൾ, ഇവരൊക്കെ മറ്റുള്ളവര് എന്ന്, എൻ്റെ ശത്രുക്കള് എന്നുള്ള ഏഷോഹം അന്യോയം, ശത്രുക്കളായിട്ടുള്ള ആളുകൾ, ഇതൊക്കെ എൻ്റെ ആളുകൾ എന്നുള്ള ചിന്തയിലേക്ക് വന്നു ചേർന്ന് ഓരോ ജീവനും അന്ധകാരത്തിൻ്റെതായിട്ടുള്ള ആഴങ്ങളിലേക്ക് ആണ്ടുപോകുന്നു. ഇനി ലോകത്തിൽ പറയും, മറ്റുള്ളവരാണ് ദുഃഖത്തിന്, പുറമെയുള്ള മറ്റുള്ളവരാണ് ദുഃഖത്തിന് കാരണമെന്നൊക്കെ
പറയുന്നുണ്ടെങ്കിൽ ജനസ്തു ഹേതു, ജനങ്ങളാണ് ദുഃഖത്തിന് കാരണം എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചഭൂതാത്മകമായ ശരീരം, അതിൻ്റെ ഉള്ളിൽ ആത്മാവ്, ഇത് തന്നെ ലോകത്തിൽ എല്ലായിടത്തും ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ശരീരത്തിന്, ഈ ശരീരത്തിനെ, മറ്റൊരു പഞ്ചഭൂതാത്മകമായ ശരീരത്തിന്, ഈ നമ്മളുടെ പഞ്ചഭൂതാത്മകമായ ശരീരത്തിനെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കാൻ സാധിക്കുമോ? ഇനി ആത്മാവാണ് ദുഃഖത്തിന് കാരണമെങ്കിൽ ആ ആത്മസ്വരൂപിയായ ആ മറ്റു ശരീരങ്ങളിൽ കുടികൊള്ളുന്ന ആത്മാവിന് എൻ്റെ ശരീരത്തിലെ ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ സാധിക്കുമോ? ഇതൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഭഗവാൻ പറയണു, ശ്രുതി ഭിക്ഷു ഗീതയിൽ പറയണു, ഒരിക്കലും സാധിക്കില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കുക. ഏതെങ്കിലും ആളുകൾ നമ്മളെ ഉപദ്രവിച്ചു, ഈ ശരീരത്തിനെ അല്ലേ ഉപദ്രവിക്കുന്നത്? എൻ്റെ ശരീരത്തിനെ, എൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഭാഗങ്ങളായ പഞ്ചഭൂതാത്മകമായ മറ്റൊരു ശരീരം ഉപദ്രവിച്ചു എന്നിരിക്കട്ടെ, ആരോടാ നമ്മൾ ശുണ്ഠി എടുക്കേണ്ടത്? ആരോടാ കോപിക്കേണ്ടത്? ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അറിയാതെ പല്ലിൻ്റെ ഇടയിൽപ്പെട്ട് നാവ് മുറിഞ്ഞു, നല്ല വേദനയുണ്ട്. ആരോടാ ശുണ്ഠി എടുക്കേണ്ടത്? പല്ലിനോടാണോ നാവിനോടാണോ? ഒന്നുകിൽ പല്ലു കുത്തിപ്പൊടിച്ച് കളയാം, അവനവൻ്റെ തന്നെ കേട്ടോ, അല്ലെങ്കിൽ നാവിനെ കുറെ ചീത്ത പറയാം. ഏതാ വേണ്ടത്? ചോദിക്കാണ്. ജിഹ്വാം കൊജിൽ സന്ദശതി സ്വദദ്ഭിഹി തദ്വേദനായാം കഥമായ കുപ്പിയിൽ. ഇതേപോലെ അല്ലേ ഉള്ളൂ. മറ്റുള്ളവരെ, അവരവരുടെ ശരീരത്തിലെ അംഗങ്ങളെ തന്നെ വേദനിപ്പിച്ചു എന്ന് വിചാരിക്കുക. ആരോടാ നമ്മൾ കോപിക്കുക? ഇതേപോലെയല്ലേ ഇതാ മറ്റുള്ള ആളുകൾ നമ്മളോട് ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുന്ന സന്ദർഭത്തിലും ഉള്ളത്. അതുകൊണ്ട് ആരോട് ഞാൻ കോപിക്കേണ്ടു? ഈ ആളുകളോട് കോപിക്കണോ? ദുഃഖസ്യ ഹേതുർയതി ദേവതാസ്തു, ദുഃഖത്തിന് കാരണം ഇനി ദേവതകളാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കിമാത്മനസ്തത്ര, ഈ ദേവതകളൊക്കെ ഇന്ദ്രിയങ്ങളുടെ ആ ശക്തിയെ വഹിക്കുന്നവരായിട്ടുള്ള ആ ദേവതകളുടെ ഉപദ്രവം ആത്മാവിനെ ഒരിക്കലും ബാധിക്കില്ല. ആത്മാവ് ഒരിക്കലും ഇവരുടെ ആ പീഡകൾക്ക് വശംവദനായിട്ടുള്ള ആളല്ല. യാതൊരു വിധത്തിലുള്ള നാശവും ഇല്ലാത്തതായിട്ടുള്ള അവ്യയമായിട്ടുള്ള ആ ആത്മാവിന് ഈ ദേവതകളുടെ ഉപദ്രവമൊന്നും ബാധകമല്ല എന്നിരിക്കെ ആ ദേവതകളാണ് ഉപദ്രവിക്കുന്നത് എന്ന് എങ്ങനെ പറയും? യദംഗമംഗ ദുഃഖസ്യ ഹേതുർയതി ദേവതാസ്തു കിമാത്മനസ്തത്ര വികാരയോസ്തൽ യദംഗമംഗേന നിഹന്യതേ കുപ്യേ ക്രുദ്ധേത കസ്മൈ പുരുഷസ്വദേഹേ. ദേവതകളാണെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള ദേവതകൾ തന്നെയാണ് മറ്റുള്ളവരുടെ ശരീരത്തിലുള്ള ദേവതകൾ. അപ്പൊ എൻ്റെ ശരീരത്തിലെ ദേവനെ, ആ ദേവതയെ മറ്റൊരു ശരീരത്തിലുള്ള ദേവത ഉപദ്രവിച്ചു എന്നിരിക്കട്ടെ, ആ ദേവതകൾ പരസ്പരം ഉപദ്രവിക്കണു. അങ്ങനെ ഉപദ്രവിക്കുന്ന ആത്മാവിന് എന്ത് കാര്യം? അങ്ങനെ ദേവതകൾ പരസ്പരം ഉപദ്രവിക്കുമോ? അതുമില്ല. പിന്നെ എന്താ ആത്മാവിന് അവിടെ ദുഃഖിക്കേണ്ടതായിട്ടുള്ളത്? ഇനി ആത്മാവ് തന്നെയാണ് ദുഃഖത്തിന് കാരണം എന്ന് ചിന്തിക്കുക. എന്നാലും ആത്മായതിസ്യാൽ സുഖ ദുഃഖഹേതു കിമാത്മനസ്തത്ര നിജസ്വഭാവ, ഈ ശരീരത്തിനുള്ളിലുള്ള ആത്മാവിന് മറ്റൊരാത്മാവ് അങ്ങനെ വേദന ഏൽപ്പിച്ചു എന്നിരിക്കുക. അങ്ങനെയാണ് എങ്കിൽ, അത് ആത്മാവിൻ്റെ സ്വഭാവമാണ് എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ചെയ്യാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതതിൻ്റെ സ്വഭാവമാണ് എങ്കിൽ. അതുകൊണ്ട് നഹ്യാത്മനോന്യദ്യതി തന്മൃഷാസ്യാൽ, ഒരേ ആത്മാവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാത്മാവിന് മറ്റൊരാത്മാവിനെ ഇതാ വേദനിപ്പിക്കാൻ സാധിക്കുകയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ദുഃഖിക്കേണ്ടതായിട്ടുള്ളത്? ഇനി ഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണമെങ്കിൽ ഗ്രഹാനിമിത്തം സുഖദുഃഖയോശ്ചേൽ, ഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണമെന്ന് പറയുന്നുവെങ്കിൽ ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തെ ഒരു അല്പം മൗഢ്യഭാവത്തിലാണെന്നോ അല്ലെങ്കിൽ അവിടെ മറഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഏതെങ്കിലും കാരണം കൊണ്ട് അങ്ങനെയാണ് ദുഃഖമുണ്ടാവുന്നത് എങ്കിൽ ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, പരസ്പരം ഗ്രഹങ്ങളുടെ പീഡകളാണ്. അതൊന്നും ആ ഗ്രഹങ്ങൾ ഇന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇന്ന രാശിയിൽ നിൽക്കുമ്പോൾ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട് അതൊന്നും ആത്മാവിനെ ബാധിക്കുകയില്ല. അതുകൊണ്ട് ഗ്രഹങ്ങളുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം. ഇങ്ങനെ ഗ്രഹങ്ങളല്ല, കർമ്മമല്ല, കാലമല്ല,
ജനങ്ങളല്ല, ആത്മാവുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം. ഈ സംസാര ദുഃഖത്തിന് മുഴുവൻ കാരണം എൻ്റെ മനസ്സ് മാത്രമാണ്. അതുകൊണ്ട് ഏതാം സാസ്ഥായ പരാത്മനിഷ്ഠാമധ്യാസിതാം പൂർവതമൈർ മഹർഷിഭി, എൻ്റെ പൂർവികന്മാരായ മഹർഷീശ്വരന്മാർ യാതൊരു മാർഗത്തിലൂടെയാണോ സഞ്ചരിച്ചത്, ആ ആത്മനിഷ്ഠമായ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ ഇതാ അഹം തരിഷ്യാമി ദുരന്തപാരം തമോ മുകുന്ദാഘ്രിനിഷേവയൈവ, ശ്രീകൃഷ്ണപാദങ്ങളെ സേവിച്ച് ഞാൻ എൻ്റെ ദുഃഖത്തിൻ്റെ അപ്പുറത്തേക്ക് മനോനിയന്ത്രണത്തിലൂടെ എൻ്റെ മനസ്സിൻ്റെ ആ മനോനിയന്ത്രണത്തിലൂടെ ആ ആത്മാഭാവത്തിലേക്ക് ഉയർന്ന് ഞാൻ എന്നെ തന്നെ ഇതാ നിയന്ത്രിക്കും എന്ന് ആ ഭിക്ഷു തീരുമാനിച്ചു. ഹേ ഉദ്ധവ, അങ്ങനെ ആ ഭിക്ഷുവിൻ്റെ തീരുമാനത്തിലൂടെ അദ്ദേഹം തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു എന്ന് ഭഗവാൻ പറയുകയാണ്. നമ്മളും മനസ്സിലാക്കേണ്ടതാണ് ഭിക്ഷുഗീതയിൽ നിന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. ആ മനോനിഗ്രഹത്തിലൂടെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് സകല യോഗങ്ങളും വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഭഗവാൻ ഇതാ നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ഈശ്വര ഭക്തി, അതാണ് അതിനുള്ള മാർഗം. ആ മനോനിയന്ത്രണത്തിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ആ ഭിക്ഷു പറഞ്ഞു. ആ മുകുന്ദാഘ്രി നിഷേവയിലൂടെ ഞാൻ മനസ്സിനെ നിയന്ത്രിക്കും, അല്ലാതെ മറ്റു വഴിയൊന്നും ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവത് കഥകൾ കേൾക്കണം. നാരായണീയത്തില് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞതുപോലെ ചിത്താർദ്രീഭാവം ഉച്ചൈർവപുഷിച പുളകം ഹർഷബാഷ്പം ചഹിത്വാ ചിത്തം ശുദ്ധ്യേൽ കഥം വാ കിമു ബഹു തപസാ വിദ്യയാ വീതഭക്തേ. ഭക്തിഭാവം നമ്മുടെ മനസ്സിൽ ഉയർന്നിട്ടില്ല എങ്കിൽ, മനസ്സിന് ഒരു ആർദ്രത വന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് തപസ് കൊണ്ട് എന്ത് ഫലം, ജ്ഞാനം കൊണ്ട് എന്ത് ഫലം? നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ആ ചിത്താർദ്രീഭാവമാണ്. അതിനു വേണ്ടിയിട്ട് ത്വദ്ഗാഥാസ്വാദ സിദ്ധാഞ്ജന സതതമരീമൃജ്യമാനോയമാത്മാ ചക്ഷുരുവർത്തത്വ സൂക്ഷ്മം. ആ ഭഗവത് ഗാഥകളാകുന്ന ആ മരീചി കണ്ണിലെഴുതുക, ഭഗവാന്റെ കഥകളാകുന്ന അഞ്ജനം. ഇതാ യാതൊരുവനാണോ അവരവരുടെ ആ കണ്ണുകളിൽ എഴുതുന്നത്, ആ സ്മൃതിയില്, ഓർമ്മയില്, ചിന്തയില് ആ കഥകളെ നിരന്തരം സ്മരിക്കുന്നത്, അതിൻ്റെ ഫലമായിട്ട് സാധാരണ പഴയ ആയുർവേദ സമ്പ്രദായത്തില് ഈ തിമിരമൊക്കെ വന്നാൽ അതിന് ചില അഞ്ജനങ്ങൾ കണ്ണിലെഴുതാനുള്ള വിധിയുണ്ട്. ആ അഞ്ജനങ്ങൾ മഷിയെ കണ്ണിലെഴുതുമ്പോൾ ആ കണ്ണിൽ നിന്ന് കൂടുകൂടെ വെള്ളം ഒഴുകി വരും. അതിൻ്റെ ഫലമായിട്ട് ആ കണ്ണിലെ കാഴ്ചയെ മറയ്ക്കുന്ന ആ തിമിരത്തിൻ്റെ ശക്തി കുറഞ്ഞു വന്ന് ഇതാ കാഴ്ച വേണ്ട വിധം കിട്ടും. ഇതേപോലെ ഇതാ ഭഗവാനെ, ആത്മസ്വരൂപനായ ഭഗവാനെ കാണണമെന്നുണ്ടോ? അതിനു വേണ്ടിയിട്ട് ത്വദ്ഗാഥാസ്വാദ സിദ്ധാഞ്ജന സതതമരീമൃജ്യമാനോയമാത്മാ ചക്ഷുർവൽ തത്വസൂക്ഷ്മം. ആ ഭഗവത് കഥകളാകുന്ന ആ സിദ്ധാഞ്ജനം, അത് യാതൊരാളാണോ അവരവരിലേക്ക് ആ ആത്മനേത്രത്തിലേക്ക് എഴുതുന്നത്, അവർക്ക് ഭഗവാനെ കാണാനുള്ള ആ കഴിവ് അവർക്ക് ഉണ്ടാവണു. അവരുടെ ഉള്ളിൽ ഭക്തിഭാവം ഉണ്ടാവണു. ആ ഭക്തിഭാവത്തിൽ എത്തുന്നതോടുകൂടി അവർക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ സ്വാഭാവികമായിട്ട് ലഭിക്കണം. ഭാഗവതം, മാഹാത്മ്യം മുതൽ അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. എവിടെയാണോ ഭക്തിയുള്ളത് അവിടെയാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ. പുത്രന്മാരെ പോലെ, അമ്മയുടെ ഒപ്പം പുത്രന്മാരെ പോലെ ആ ഭക്തിഭാവം നമ്മളിലേക്ക് വരുന്നു. ആ ഭക്തിഭാവം ഭഗവത് കഥകളിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ.
അതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. കഥം വിനാ രോമഹർഷം ദ്രവതാ ചേതസാ വിനാ ആനന്ദാശ്രുകലയാ ശുദ്ധിയേത് ഭക്തിയാ വിനാശയാ. ആ അവരവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഭക്തി കൊണ്ടേ സാധിക്കുള്ളൂ. കഥം വിനാ രോമഹർഷം, യാതൊരാളുടെ ശരീരത്തിലാണോ ഭഗവത് കഥകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ രോമാഞ്ചമുണ്ടാവാത്തത്, കണ്ണുകളിലെ ആനന്ദാശ്രുക്കള് പൊടിയാത്തത്, മനസ്സ് ആർദ്രമാവാത്തത്, അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുക? ആ ഭാഗവതം പറയാണ്, യഥാഗ്നിനാ ഹേമമലം ജഹാദീധ്വാതം പുന സ്വം ഭജതേ സ്വരൂപം ആത്മാ ച കർമാനുശയം വിധൂയ മദ്ഭക്തിയോഗേന ഭജത്യധോ മാം. എന്നെ ഭക്തിയോഗത്തിലൂടെ ആരാധിക്കൂ ഉദ്ധവ. കാരണം എപ്രകാരമാണോ ഒരു സ്വർണത്തില് കളങ്കം പറ്റിയാല് അത് സ്വർണപ്പണിക്കാരൻ ആ സ്വർണത്തെ നല്ലവണ്ണം തീയിലിട്ട് കാച്ചി അതിൻ്റെ കറ കളഞ്ഞെടുക്കുന്നത്, ഇതേപോലെ ആ ജ്ഞാനമാകുന്ന തീയില് നല്ലവണ്ണം ഒന്ന് കാച്ചി കർമ്മമാകുന്ന ആ ചുറ്റിക കൊണ്ട് അടിച്ച് ഭക്തിയാകുന്ന ജലത്തിലൊന്ന് മുക്കി ആ അവരവരുടെ മനസ്സിലെ കാമക്രോധങ്ങളാകുന്ന കറകളെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനു വേണ്ടിയിട്ട് യഥാത്മാ പരിമൃജ്യത്തെ സൗ മൽ പുണ്യഗാഥാശ്രവണാഭിധാനൈ. എൻ്റെ ഗാഥകളെ, എൻ്റെ അഭിധാനങ്ങളെ നിരന്തരം ചിന്തിക്കൂ, ഭഗവത് കഥകളെ കേൾക്കൂ എന്നാണ് ഭാഗവതം പറയുന്നത്. കഥ കേൾക്കാതെയൊന്നും ജ്ഞാനത്തിന് വിത്ത് മുളയ്ക്കില്ല എന്നാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. കഥ കൊണ്ട് ഓരോ ഹൃദയങ്ങളിലും തത്വം പറയാൻ എന്താ ഉള്ളത്? ഒന്നേ ഉള്ളൂ തത്വം, ബ്രഹ്മമാണ് സത്യം, ബ്രഹ്മസത്യം. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ അനേകം കോടി ഗ്രന്ഥങ്ങളിൽ പറയുന്ന തത്വം ഞാനിതാ പറയാം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ഇത്രയേ ഉള്ളൂ തത്വം. പക്ഷെ ആ തത്വബോധം അവരവരുടെ ഹൃദയത്തിൽ തെളിഞ്ഞു കാണണമെങ്കിൽ അവരവരുടെ ഹൃദയമൊന്ന് ഇളക്കി മറിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കഥകള് വ്യാസാദി ഗുരുനാഥന്മാര് രചിച്ചിരിക്കുന്നത്. ആ നിരന്തരമായ കഥാശ്രവണത്തിലൂടെ ആ മത് പുണ്യഗാഥാശ്രവണാനുഭിധാനൈ, ഭഗവത് കഥകളെ കേൾക്കുന്നതിലൂടെ ആ കഥകളെ കൊണ്ട് അവരവരുടെ ഹൃദയമൊന്ന് ഉഴുതുമറിച്ച് അതിൽ ജ്ഞാനത്തിൻ്റെ വിത്ത് പാകണം. അങ്ങനെ ജ്ഞാനത്തിൻ്റെ വിത്ത് പാകിയിട്ട് ആ ജ്ഞാനത്തിൻ്റെ വിത്തിനെ വളർത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ കഥകളിലൂടെ ആ ഭാഗവത തത്വങ്ങളെ പ്രകാശിപ്പിച്ചത്. തൻ്റെ ആത്മാനുഭവത്തിനെ സ്വാനുഭവത്തിനെയാണ് ശ്രീശുഖബ്രഹ്മർഷി ഇവിടെ കഥകളിലൂടെ ഭാഗവതത്തിലൂടെ ജ്ഞാനസ്വരൂപമായ ആ ഭാഗവതത്തിലൂടെ ഏതൊരു സത്യം പരമമായ സത്യത്തിനെയാണോ ഞങ്ങളിതാ ധ്യാനിക്കണു എന്ന് വ്യാസമഹർഷി ഉദ്ഘോഷിച്ചത്, ആ പരമസത്യത്തിനെ തന്നെ ഭാഗവതാദി കഥകളിലൂടെ പ്രകാശിപ്പിച്ചത്. ആ ഭാഗവത കഥകൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. ആ കഥകളിലൂടെ വ്യാസൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വാരി വിതറിയ ജ്ഞാനത്തിൻ്റെ വിത്തുകൾ അവിടെ നിന്നും മുളച്ച് ആത്മാനുഭവത്തിൻ്റെ ആനന്ദം നമ്മളിൽ ഓരോരുത്തരിലും വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ, സജ്ജനങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.